കുടുംബശ്രീ ശാരദയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ പപ്പി മോള് വീടിനൊക്കെ ബായ് പറഞ്ഞ് അമ്മേനെ ഒന്നും കാണാതെ തന്നെ പറ്റിച്ചുകൊണ്ട് അമ്മയ്ക്കൊക്കെ എൻ്റെ ഒരു സ്നേഹമെന്നൊക്കെ എനിക്കറിയാം, അച്ഛനും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമെന്നറിയാം. പക്ഷേ ഞാൻ കാരണം അമ്മ വിഷമിക്കലെന്നുള്ളത് കൊണ്ട് പപ്പി മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സുസ്മിത ഒറ്റൊരുത്തിയുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിച്ചിട്ടാണ് കുഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. തൻ്റെ ബാഗിലെല്ലാം തന്നെ പെറുക്കി വെച്ച് കുഞ്ഞെന്താണ് വീടിനും ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരി പറയുവാണ്, അയ്യോ ഇത് ഭയങ്കര ഇരുട്ടാണെന്നല്ലോ, എനിക്ക് ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്, ഇപ്പം ഇരുട്ടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരം വെളുക്കുമല്ലോ എന്ന് തന്നെ പുള്ളിക്കാരി ചിന്തിക്കുന്നുണ്ട്. കാരണം ആ കുഞ്ഞ് മനസ്സിൻ്റെ നിഷ്കളങ്കതയാണ് അതൊക്കെ. അതിനുശേഷം അങ്ങനെ പപ്പി മോള് നടന്ന് റോഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ വീട്ടിൻ്റെ അകത്ത് വിഷ്ണു നേരെ സത്യഭാമയുടെ റൂമിൽ കയറിയിട്ട് അമ്മേ പപ്പിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. കാരണം ഈ വീട് മൊത്തം ഞാൻ നോക്കി എന്നിട്ടും കാണാനില്ല എന്ന് പറയുന്നത്. അപ്പം തന്നെ ഉടനെ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി സംസാരിക്കുവാണ്. ആ സംസാരിക്കുന്ന ഇടയിൽ തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ശാലിനിയുടെ വീട്ടിനകത്ത് ശാലിനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര അസ്വസ്ഥമായിട്ട് ശാലിനി ഹാളിൽ തന്നെ അങ്ങ് ഇരിക്കുവാണ്. അപ്പോഴാണ് ശാരദാമ്മ എണീറ്റ് വരുന്നത്. അപ്പം അമ്മയും ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീ ഇവിടെ ഇരിക്കുന്ന വെട്ടം കണ്ടുകൊണ്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഇതാക്കുന്നത്. എന്തോ അറിയത്തില്ല അമ്മ, എൻ്റെ മനസ്സിന് എന്തോ ഒരു ഭയം പോലെ, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എന്നൊക്കെ ശാരദാമ്മയോട് പറയുന്നു. അത് നീ വെറുതെ കാട് കയറി ശ്യാമയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കുമെന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നത്. അല്ല അമ്മേ പപ്പിക്ക് എന്ന് പറയുമ്പോഴത്തേക്കുമാണ് നേരെ ശാലിനിക്ക് ശ്യാമയുടെ കോൾ വന്ന്, ചേച്ചി കുഞ്ഞേച്ചി പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, അത് കേൾക്കണ്ടായിരുന്നു, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവൾ ഞാൻ പറയുന്നതിൻ്റെ ആശങ്കയും വേവലാതെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി, എൻ്റെ കുഞ്ഞ് എങ്ങോട്ടേക്ക് പോയെന്ന് എനിക്കറിയത്തില്ല എന്ന് ശാലിനിയോട് പറയുന്നു. അത് പറയുമ്പോഴത്തേക്കും ശാലിനി ഒട്ടും തന്നെ ഭയപ്പെടാതെ തന്നെ ശ്യാമയ്ക്ക് ഉറച്ച് വാക്കൊടുന്നു. അവൾ നിൻ്റെ മോളാണ്, നിൻ്റെ കൈ കൊണ്ടുവന്ന് നിൻ്റെ മോളെ ഞാൻ തന്നിരിക്കും, നിൻ്റെ കുഞ്ഞേച്ചിയുടെ വാക്ക്, അതിനാൽ നിനക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. ഇവിടെ സത്യഭാമയും സത്യഭാമയും രോഹിതും കൂടെ ഒരു കാര്യം അന്വേഷിച്ചിറങ്ങുന്നു. വിഷ്ണു വേറൊരു റൂട്ടിനകത്ത് അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. അപ്പം രാഘവൻ നായരുമൊക്കെ ഭയങ്കര ടെൻഷനകത്താണ്. അതിനോടൊപ്പം തന്നെ ശ്യാമയ്ക്കും ഭയങ്കര ടെൻഷനായി. ഈ ടെൻഷനകത്ത് തന്നെ ശാലിനിയെ വിളിച്ച് പറഞ്ഞു. അപ്പം ഇവരെല്ലാം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും സത്യഭാമയും രോഹിതും കൂടെ പോകുന്ന കാരണം അത് സത്യഭാമ ചുറ്റും നോക്കുവാണ്, കാണുന്നുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നു. നീ അവിടെ വണ്ടി നിർത്തുന്ന പറയുമ്പോഴത്തേക്കും അത് വെറും ഒരു ചാക്ക് കെട്ടായിരുന്നു. അപ്പം ആ ഒരു എങ്ങനെയാണ് ഒരു കുട്ടികൾ വീട്ടിൽ നിന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ ഒരു പാരൻസിനോ ഒരു വീട്ടിലുള്ളവർക്കോ വരുന്ന ആ ഒരു മാനസിക ടെൻഷൻ എന്നതാണ് മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം തന്നെ എല്ലാവരും തിരഞ്ഞിറങ്ങിയിരിക്കുവാണ്. ഈ കുട്ടി ഇങ്ങനെ നടന്ന് പോയി കാലൊക്കെ വേദനിക്കുന്നല്ലോ ദൈവമേ, ഇതിപ്പം നേരം വെളുക്കുന്നില്ലല്ലോ, ഇതിപ്പം കൂടുതൽ ഇരുട്ടാവുന്നില്ല, ഇരുട്ട് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഫ്രണ്ടിനകത്താന്ന് തോന്നുന്നു ആ കുട്ടി അവിടെ അങ്ങ് ഇരിക്കുവാണ്, ബാഗും വെച്ചിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കകത്ത് വിഷ്ണു അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുമല്ലോ. വിഷ്ണു ആണെങ്കിൽ ആ പാലത്തിൻ്റെ അവിടെയൊക്കെ പോയി അന്വേഷിക്കുന്നു. അപ്പം അവിടെ ഓരോ പിച്ചക്കാരും ഉറങ്ങുന്നവരുടെ ഓരോ ഭിക്ഷക്കാരുറങ്ങുന്ന അവർ ആ ഒരു പുതപ്പൊക്കെ മാറ്റി അതിൻ്റെ അകത്ത് വല്ലതും കുട്ടിയുണ്ടോ എന്ന് നോക്കുവാണ്. അപ്പം ഒരാൾ എണീറ്റ് ഇത് യാരിപ്പോൾ തൂങ്ക വിടാമ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു ഓ ഇത് വിഷ്ണു ആസാന എന്ന് പറഞ്ഞിട്ട് അയാൾ കിടക്കുന്നു. നീ ഒരു കുഴന്തയെ പാത്തിയെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഒരു കുട്ടിയെ കണ്ടോ, കുട്ടിയോ കുഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അയാൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കിടക്കുന്നു. എന്നിട്ട് വിഷ്ണു വീണ്ടും അന്വേഷണം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പപ്പി മോളെക്കുറിച്ച് ആലോചിച്ച് ശാലിനിയും ടോട്ടലി ടെൻഷനായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മ അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പപ്പയെ കാണാനില്ല, അവൾ എൻ്റെ മോളെ, ഞാൻ അവളെ രക്ഷപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞതൊക്കെ സത്യ കേൾക്കുന്നുണ്ട്. സത്യ കേട്ടിട്ട് അമ്മേ ഞാൻ എന്ത് പറ്റി, അമ്മ ആരെ രക്ഷിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് സത്യ ശാലിനിയോട് ചോദിക്കുന്നു. ശാലിനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം പെട്ടെന്ന് സത്യം വീണ്ടും ചോദിക്കുന്നത്, അപ്പം പപ്പി അമ്മയുടെ മോളാണല്ലേ, എനിക്കെല്ലാം മനസ്സിലായി. അതായത് നമ്മളത് കേൾക്കുമ്പോൾ വിചാരിക്കും സത്യയ്ക്ക് എല്ലാം മനസ്സിലായി, അതായത് സത്യാവസ്ഥകളെല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ തന്നെയാണിത്. ഇത് കേട്ടിട്ട് ശാലിനി ലാസ്റ്റ് പറയുന്നുണ്ട്, അമ്മ എന്തിനാ എൻ്റെ അടുത്ത് ഇതൊക്കെ മറച്ചു വെക്കുന്നത്, എനിക്കിതൊക്കെ മനസ്സിലാകത്തില്ല എന്ന് വിചാരിച്ചു. അന്ന് ശാരദാമ്മയ്ക്ക് പപ്പിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഗുണ്ടകളെ പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത് തന്നെ, എനിക്ക് അത്ര ഞാൻ കുട്ടിയൊന്നുമല്ല, എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ശാലിനിക്കും ശാരദാമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷൻ. കാരണം എന്ത് പറഞ്ഞ് ഈ കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷനകത്താണ് അവരിയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് ശാലിനി പറയുന്നത്, മോളെ അമ്മ ഇപ്പം ആദ്യം പപ്പിയെ രക്ഷിക്കട്ടെ, അതിനുശേഷം വന്ന് മോക്ക് ഇതെല്ലാം പറഞ്ഞുതരാം. പക്ഷേ ശാലിനിക്ക് എന്താണ് സത്യയോട് പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ശാരദാമ്മയ്ക്കും ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ വെച്ച് നിൽക്കുമ്പം സത്യ തന്നെ പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാകും. അന്ന് പപ്പിയെ ഈ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ശാരദാമ്മയുടെ വിഷമം കണ്ടറിയാൻ എന്തൊരു ടെൻഷനായിരുന്നു, എന്തൊരു പേടിയായിരുന്നു, എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള പക്വതയൊക്കെ ഉണ്ടെന്ന് സത്യ പറയുന്നുണ്ട്. പക്ഷേ അമ്മ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പി അമ്മയുടെ മോളായത് പപ്പി എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ, എനിക്കറിയാം മക്കളുടെ ഫ്രണ്ട്സ് അമ്മമാരെയും ഫ്രണ്ട്സാണ്. അപ്പം ഞാനും പപ്പിയും സിസ്റ്റേഴ്സാണ്. അപ്പം
പറഞ്ഞ പോലെ തന്നെയാണ് അന്ന് ഞാൻ പപ്പിയുടെ വീട്ടിൽ പോയപ്പോഴും ഇത് മറ്റൊരു വീടായിട്ട് കാണണ്ട, സ്വന്തം വീടായിട്ട് കാണണമെന്നാണ് പപ്പിയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സ് നമ്മുടെ മക്കളെ പോലെയാണ്. അമ്മ വേഗം പോയി പപ്പിയെ രക്ഷപ്പെടുത്തും. ഞങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശാലിനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അമ്മ ഞങ്ങൾ ട്വിൻസായിട്ട് വരത്തില്ലേ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ശാരദാമ്മയ്ക്ക് ഭയങ്കര തണ്ടടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ കുട്ടി യഥാർത്ഥത്തിൽ പറയുന്ന തമാശയ്ക്കാണെങ്കിലും ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം പിള്ള വായിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ പിള്ള മനസ്സിൽ നിന്ന് വരുന്ന ഓരോ കാര്യം സത്യസന്ധമായ കാര്യമായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പപ്പി അവിടെ ഇരുട്ടിനകത്ത് ഇരിക്കുന്നു. അപ്പോഴത്തേക്കും വേറൊരു 2 ഭിക്ഷക്കാർ, അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും പപ്പിയിലേക്ക് അവരെ കണ്ണ് നോക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ സീരിയൽ നിൽക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.